ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥിതി സംഭവിച്ചു എന്നുള്ള ചോദ്യം വളരെയേറെ ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ അത്രയും ജനവിരുദ്ധമായ സമീപനമാണ് ഭരണതലത്തിൽ അത് സ്വീകരിച്ചത്. ഇന്ത്യയുടെ സാമൂഹ്യ സ്ഥിതി പരിശോധിക്കുമ്പോൾ BJP പോലുള്ള ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തി അധികാരത്തിൽ വന്നാൽ ഒരു നിമിഷം പോലും സമാധാനത്തോടെ ജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ BJPക്കും കോൺഗ്രസിനും എതിരെ ഒരു മൂന്നാമത്തെ മതം ഉയർത്തിക്കൊണ്ടുവരുന്ന പരിശ്രമത്തിലാണ് കഴിഞ്ഞ കുറെ കാലമായി ഏർപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി വിശാലമായ ഒരു മതേതര ജനാധിപത്യ സംവിധാനം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഭാവിയെ സംബന്ധിച്ച പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അത്തരം ശക്തികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് BJP, കോൺഗ്രസ് എന്ന് പറയുന്ന രണ്ട് ശക്തികൾക്കും എതിരെ ഒരു മതേതര ജനാധിപത്യ ഭരണ സംവിധാനം അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമത്തിലാണ് ഇടതുപക്ഷം ഏർപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മതേതര ശക്തികളോട് ഒത്തുനിൽക്കുന്ന ഒരാൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിശോധിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ജനങ്ങളിൽ പുതിയൊരു ഉണർവും ആവേശവും നിയോജകമണ്ഡലത്തെയും ജനങ്ങളുടെ പ്രശ്നത്തെയും ശ്രദ്ധിക്കാത്ത ഒരു MP സ്ഥാനത്ത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനെ വളരെ താല്പര്യത്തോടു കൂടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ നല്ല വിജയം ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. നല്ല ജനങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും പറ്റി എല്ലാവർക്കും പറ്റിയ MP നമുക്ക് വേണ്ട. എത്ര എണ്ണത്തിന് ഇവർ കൊന്ന് ആരും ചോദിക്കട്ടെ. മണ്ണാർക്കാട് രണ്ടെണ്ണത്തിന് വെട്ടി കൊന്ന് 47 വെട്ട ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? 47 വെട്ടിയിട്ടാണ് ലീഗേരം കൊന്ന്. അതിന് വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് 1-ാം പ്രതിയാ. മഞ്ചേരി ഒന്ന് കൊന്ന് ആരും ചോദിക്കുന്നുണ്ടോ? എത്ര എണ്ണത്തിന് ഇവർ കൊല്ലുണ്ട്? അതൊന്നും ചർച്ച ചെയ്യാം. വെറും ഈ വടകര കൊന്ന് മാത്രമേ ചർച്ചയുള്ളൂ. ഇവിടെ എത്ര വേറെ നമ്മളിതിൽ കണ്ടിട്ടില്ല. ഈ വൈക്കേജ് പിന്നെ വല്ല തൃത്താലൊക്കെ വല്ല കല്യാണം കണ്ടി വരിക അവിടെ ലീഗിൽ വെച്ച് കൂടുതലാണല്ലോ. വേറെ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ പറയും വേഗം കണ്ട് പറയും. ഒരു MP ഈ ബൈക്കിൽ കൂടെ പോയി കണ്ടേനി. കഴിഞ്ഞ വല്ലതും കണ്ടു ഞാൻ പോയി ഞാനാണ്ട് അതിനെ ആര് കൈ പിടിക്കാൻ മുമ്പിൽ പോയിട്ടില്ല. അഹങ്കാരം രണ്ടെന്താ ഒരു മനുഷ്യനെ കൈ പിടിക്കാൻ മുമ്പിൽ പോയിട്ടില്ല. പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ പണ്ട് മാപ്പിളാരാണ് കോണിക്ക് തന്നെ കുത്തുന്ന അഹങ്കാര വേറെ ഒന്നുമില്ല. ഈ കോണി ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ കണ്ടില്ല. ഈ സ്വഭാവേ ശരിയല്ല. മലപ്പുറം ജില്ല മാപ്പിളാരും ശരിക്കും എല്ലാ ജനാധിപത്യ മതേതര രാഷ്ട്രമുള്ള എല്ലാവർക്കും തുല്യമായിട്ട് MP ആണ്. അതിന് പറ്റിയ MP ആണ് അബ്ദുറഹ്മാൻ. അദ്ദേഹം എന്താ പറയുക, കോൺഗ്രസും ലീഗും അവിടെ ഭയങ്കര ഐഡിയല്ലേ. കോൺഗ്രസിലേക്ക് ആര്യാടെ മെച്ചവനെ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന് ദയനീയ. കാരണം ആര്യാടനാണ് പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരെ. അതിൽ ഈ പാവം രക്ഷപ്പെട്ട് പോകുന്നതാ. അതിനെ രക്ഷപ്പെടുത്തി കൊടുക്കണം നമുക്ക്. നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല അതിന്റെ സ്വഭാവം കണ്ടാൽ മതിയല്ലോ. മുത്തുപോലെ സ്വഭാവമാണ്. രക്ഷപ്പെടും എന്നതിന് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനങ്ങളും അതിന് വേണ്ടി വോട്ട് ചെയ്യട്ടെ എന്ന് പറയുന്നു. ഈ ലീഗിന്റെ അഹങ്കാരം നിർത്തണം. 90% മുസ്ലിമും മുസ്ലിം ലീഗ് അല്ല. പിന്നെ ഇങ്ങനെ മുസ്ലിം ലീഗ് ഉപയോഗിക്കാം. ഒക്കെ അതിനോട് താല്പര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നയങ്ങൾ ഈ രാജ്യത്തെ ജനജീവിതത്തിൽ ദുസ്സഹമാക്കി. അവരുടെ സാമ്പത്തിക നയങ്ങൾ അതേപോലെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. വർഗീയ രാഷ്ട്രീയത്തിന്റെ ഉടമകളായ BJP വർഗീയ സംഘർഷത്തിന്റെ നാടാക്കി രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുക. ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ജീവിത ദുരിതങ്ങൾ, കാർഷിക തകർച്ച, വ്യവസായ തകർച്ച, ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകണമെങ്കിൽ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾ അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്.
ഇവിടുത്തെ MLA ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്കിടയിൽ 100% ഇടപഴകി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. MP ഒരു കിട്ടാക്കനിയായിട്ടാണ് എല്ലാ കാലത്തും അനുഭവപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് വന്നതിന്റെ യാതൊരു അനുഭവവും നമുക്കില്ല. കേന്ദ്ര രാഷ്ട്രീയത്തിലാണെങ്കിൽ മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇന്ന് രാജ്യത്ത് വളരെ അനിവാര്യമായിരിക്കും. അതായത് രാജ്യം ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടി ദാഹിക്കുന്ന സന്ദർഭമാണ്. ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്യുന്ന കോൺഗ്രസിനെ ഒഴിവാക്കാൻ വെമ്പൽ കൊള്ളുന്ന രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മറുഭാഗത്ത് അതിന് ബദലായിട്ട് ഞങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വീരവാദം മുഴക്കി വരുന്ന ഇരുതല മൂർച്ചയുടെ വാളുമായി വരുന്ന നരേന്ദ്രമോദിയുടെ സംവിധാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും കോൺഗ്രസ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ ആ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ച് മതേതരമായ ഒരു വിജയത്തിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുകയാണ്. അതിന് വൻ മുന്നേറ്റത്തിനുള്ള ഈ സാഹചര്യത്തിൽ പങ്കാളിയാകാനുള്ള ഏറ്റവും നല്ലൊരു അവസരം എല്ലാവരും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഗ്യാസ് ആദ്യത്തിൽ വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1350 റുപ്യ കൊടുത്താലും അത് ബുക്ക് ചെയ്യാൻ ഏജന്റിന് വിളിച്ചാൽ തന്നെ അവരെടുക്കാൻ തയ്യാറാകുന്നില്ല. സബ്സിഡി പോയിട്ട് നമ്മൾ പണിയെടുത്ത കൂലിയടക്കം നമ്മൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കിട്ടാതെ വരിക. ഈ 5 വർഷത്തെ UPA ഗവൺമെന്റിന്റെ ഭരണം, സംസ്ഥാനത്തെ ഭരണം കൂടി ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. റേഷൻ കടയിലത്തെ അരിയുടെ കാര്യമായാലും APL BPL ഉള്ള തരംതിരിവ് അത് നമ്മുടെ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന തന്നെയാണ്. അത് അന്ത്യോദയയിലും ഇപ്പൊ BPL ആളുകൾക്ക് അരി ഉണ്ട് പറഞ്ഞൊരു 9 കിലോ അരിയാണ് ഇപ്പൊ കിട്ടുന്നത്. അതും ഇപ്പൊ 6 7 ആളുകൾക്ക് കിട്ടുന്നത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലാകെയും ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യമായ ആവശ്യമാണ്. തങ്ങളെ വീണ്ടും അധികാരത്തിൽ കയറ്റണമെന്ന് ആവശ്യപ്പെടുകയല്ലാതെ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിലും പ്രത്യേകിച്ച് ഭരണകക്ഷി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുന്നണിയുടെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രിയായും 30 കൊല്ലക്കാലത്തിലധികമായി തുടർച്ചയായി ജയിച്ചു വരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾക്ക് ഒരു പാർലമെന്റ് മെമ്പറിൽ നിന്ന് ആ മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വികസനപരമായ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനും പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കാനോ പദ്ധതികൾ നടപ്പിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നതും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ജയിക്കണമെന്ന ചിന്തയിലേക്ക് പൊന്നാനിയിലെ വോട്ടർമാരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ വില വർധനവും ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. പിന്നെ മറ്റും ചില കാര്യങ്ങളുണ്ട്. 450 റുപ്യാണ് ഇപ്പം ഞാൻ ഈ വണ്ടിക്ക് ടാക്സ് അടക്കുന്നത്. അത് 900 റുപ്യ വേണം 5 വർഷത്തെ മുഴുവൻ അടക്കണമെന്നും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അടക്കാൻ സാധിക്കില്ല. വണ്ടി അവർ പിടിച്ചോണ്ട് അവരാ കൊണ്ടായിക്കോട്ടെ എന്നല്ലാതെ സാധ്യമല്ല. 8 കിലോ അരി തരും, അതിൽ 2 കിലോ ഗോതമ്പ്. പിന്നെ അതുകൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക? പിന്നെ ഈ സാധനത്തിനൊക്കെ വില കൂടുതൽ. പിന്നെ ഞങ്ങൾക്ക് മണ്ണെണ്ണ കഴിഞ്ഞാൽ 1.5 ലിറ്റർ തരും. അത് 2 വളക്കിൽ വയ്ക്കാനല്ലേ ഉള്ളൂ. തിരൂരിലെ CPIM-ന്റെ നേതാവ് സഖാവ് M. പാപ്പുട്ടിയെ NDF-കാർ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അന്ന് അവിടെ MP-യും മന്ത്രിയുമായിരുന്ന LT മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത്
ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നായിരുന്നു. അതിനർത്ഥം അദ്ദേഹം LDF-നെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പൊന്നാനി തുറമുഖ വികസനം, പാലോടി മന്ത്രിയാവുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അവിടെ ഒരു ഹാർബർ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു. പിന്നെ പൊന്നാനി ഹാർബറിന്റെ പ്രവർത്തനം പല തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അംഗീകരിച്ചൊരു പ്രോജക്റ്റ് തന്നെ ശ്രീരാമകൃഷ്ണൻ MLA-യുടെ ശ്രമഫലമായിട്ടാണ്. ഏതെങ്കിലും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അവിടെ 10 ലക്ഷം കൊടുത്തു, ഇവിടെ 5 ലക്ഷം കൊടുത്തു എന്ന് പറയാനല്ലാതെ നാട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വികസന പ്രവർത്തനവും MP-യുടെ ഭാഗമായി വന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിലും കായലിലും പണിയെടുക്കുന്നവർക്ക് തീര പരിപാലന നിയമത്തിന്റെ ഭാഗമായി വീട് നിർമ്മിക്കാൻ കഴിയില്ല. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ഉത്തരവുകളുടെ ഭാഗമായി ഒട്ടേറെ പ്രയാസത്തിലാണ് അവർ നിൽക്കുന്നത്. അത് പരിഹരിക്കാൻ MP എത്തിയിരിക്കുന്നു. ഈ നാട്ടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നവരുടെ സഹായത്തോടുകൂടി, നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസങ്ങളുടെ പിന്തുണയോടുകൂടി അബ്ദുറഹിമാൻ PT മുഹമ്മദ് ബഷീറിനെയും തോൽപ്പിച്ച് ഇന്ത്യ രാജ്യത്തിന്റെയും നമ്മുടെ നാട്ടിന്റെയും അഭിമാനം കാണിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാകും പാർലമെന്റിൽ എന്ന് ഞങ്ങൾ കരുതുകയാണ്. പൊന്നാനിയുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ, പൊന്നാനിയുടെ കരുത്ത് പാർലമെന്റിലെത്തിക്കാൻ വി അബ്ദുറഹിമാൻ എന്ന ഇടതുപക്ഷ മതനിരപേക്ഷ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റം ഈ വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ അത്തരം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് സാർത്ഥകമാക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി അബ്ദുറഹിമാൻ ഏപ്രിൽ 10 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കേണ്ട സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് പാലോളി ജയിക്കുകയും മന്ത്രിയാകുകയും ചെയ്ത അവസരത്തിലാണ് പൊന്നാനിയിൽ ചമ്രവട്ടം പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർ മലപ്പുറം ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ വിജയിക്കപ്പെട്ട അവസരത്തിലാണ് ജില്ലയിലെ ഈ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. ഈ മണ്ഡലത്തിന്റെ കാർഷിക മേഖലയുടെ വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ, വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെയും വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ ഇവ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയാവുന്നത് ദുർബല ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ കൂടി ഈ പ്രദേശങ്ങൾക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ നിരവധി വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള MLA-മാരോ MP-മാരോ ചെയ്യുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഏറെക്കാലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, സാംസ്കാരിക രംഗത്ത് ഒക്കെ വേരുറപ്പുള്ള ഒരു മണ്ണ് നിറഞ്ഞിടക്കുന്ന പ്രദേശമാണ് പൊന്നാനി. പൊന്നാനിയുടെ മതേതരത്വ പാരമ്പര്യം, അതുപോലെ തന്നെ സാംസ്കാരിക പാരമ്പര്യം ഈ നാടിനാകെ അഭിമാനമാണ്. സ്വാഭാവികമായും നമ്മുടെ പാർലമെന്റിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വികസന മുരടിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വികസന മുരടിപ്പിന് ഒരു പരിഹാരം കാണണമെന്നാണ് പൊന്നാനി ജനത മുഴുവൻ ആഗ്രഹിക്കുന്നത്. പൊന്നാനി നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ പര്യായമായി മാറണമെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പൊന്നാനി വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ പാത വെട്ടി തുറക്കുവാനും, അങ്ങനെ പാത വെട്ടി തുറന്നുകൊണ്ട്
വികസന രംഗത്ത് ഏറെ പിന്നാക്കം നിൽക്കുന്ന ഈ പ്രദേശത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം വിലക്കയറ്റമാണ്. ഗ്യാസിന്റെ വിലയായാലും പെട്രോളിന്റെ വിലയായാലും അതുപോലെ മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയായാലും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങളാണ് ഈ വിലക്കയറ്റത്തിന് പ്രധാനമായിട്ടുള്ള കാരണം. ആഗോളവൽക്കരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇതിന് പരിഹാരം വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇതര BJP ഇതര ഒരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. അതിലേക്ക് മൂന്നാം മുന്നണിയുടെ ബദൽ നിർദ്ദേശങ്ങൾ ആണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അത് വരും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. കേരളത്തിലെ 20 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആഗോളീകരണം വന്നതിന് ശേഷം ഈ കോർപ്പറേറ്റ് കുത്തകകൾ മുഴുവൻ ഭരണത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. അവര് പ്രകൃതിയോ നശിപ്പിച്ചോ ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങളെല്ലാം മറന്ന് വെറും ധനസമാഹരണത്തിൽ മാത്രം കാഴ്ചപ്പാടുള്ള വക്താക്കളാണ് ഈ കോർപ്പറേറ്റുകൾ. ഇപ്പോൾ ഉള്ള കാലത്ത് അങ്ങനെയില്ല. മീഡിയ കൂടെയോ ഇല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ MD ആയി, ഉദാഹരണത്തിന് നന്ദൻ നീലേക്കനി ഇൻഫോസിസിലെ ഒരു ശക്തനായ ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹമൊക്കെയാണ് ഇപ്പോൾ പാർലമെന്റ് സ്ഥാനാർത്ഥി. അദ്ദേഹമൊക്കെ മന്ത്രിയായി കഴിഞ്ഞാൽ പണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ ഭരണം പോകുന്നത്. ഏതാണ് ശരിയെന്ന് അന്വേഷിക്കും. അന്ധമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയിൽ നിന്ന് മാറി ജാതിപരവും മതപരവുമായിട്ടുള്ള ധാരണയിൽ നിന്ന് മാറി എല്ലാം നോക്കിയിട്ട് അതിൻ്റെ ആര് കൂട്ടുനിൽക്കണം നമ്മൾ തെരഞ്ഞെടുക്കും. ഇടതുപക്ഷത്തിന് ജയിപ്പിക്കണം എൻ്റെ ഒരു അഭിപ്രായം. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒക്കെ കുടിവെള്ളത്തിന് നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര വലിയ ശ്രദ്ധയൊന്നും ഇല്ല. അപ്പോൾ ഇവരിവിടുന്ന് ജയിച്ചു പോയതിനു ശേഷം MP ആയിട്ട് ഇവിടുന്ന് ജയിച്ചു പോയതിനു ശേഷം നമുക്ക് വേണ്ട ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കാര്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ലില്ല, കുടിവെള്ളക്ഷാമം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒന്നും കാര്യമായിട്ടും ചെയ്തിട്ടൊന്നിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇങ്ങോട്ടൊക്കെ വന്നിട്ടാണ് കുന്നും ഇതൊക്കെ കയറിയിട്ടാണ് വെള്ളം എടുക്കുന്നത്. ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ അധികൃതരിൽ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൊന്നാനി എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് സഖാവ് ഇമ്പിച്ചി ബാവയാണ്. KSF ഇന്നത്തെ SFI രൂപീകരിക്കാനും അതിൽ പ്രവർത്തിക്കാനൊക്കെ ഇദ്ദേഹം മുൻകൈയെടുത്തൊരു വ്യക്തിയാണ്. പാലക്കാട് ജില്ലയുടെ ഒരു ഭാഗമായിരുന്നു ആ കാലത്ത് പൊന്നാനി. പിന്നെയാണ് പാലക്കാടും മലപ്പുറമൊക്കെ വന്ന് വിഭജിച്ച് വ്യത്യാസമായിരുന്നു. എങ്കിൽ പാലക്കാടിന്റെ കൾച്ചറും ആണ് പൊന്നാനിയിൽ ഇന്നും നിലനിൽക്കുന്നത്. സഖാവ് ഇമ്പിച്ചിവാവ മിനിസ്റ്ററായി ജനപ്രതിനിധിയായി പൊന്നാനി റെപ്രസെന്റ് ചെയ്തിട്ട് അന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഓർമ്മകളെ പറ്റിയിട്ടാണ് ഇന്നും
എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിന് പൊന്നാനിയിൽ ഇതിന്റെ എല്ലാം പ്രസക്തികൾ ഉണ്ടാകും. നമ്മുടെ പെൺമക്കളെയോ മക്കളെയോ പെൺകുട്ടികളെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീ ജനങ്ങളോ നമ്മുടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടിയിട്ട് ഇന്ന് ഇല്ല എന്ന് വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഡൽഹിയിൽ തന്നെ ബസ്സിൽ കയറിയിട്ടാണല്ലോ പരപീഡനങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റേ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്കറിയാം. പിന്നെ നമ്മുടെ നാട്ടിലും അതെ, റെയില് ഇതുമായിട്ടുള്ള ഇതൊക്കെ തള്ളിയിട്ടിട്ട് പല സ്ത്രീ പീഡന കേസുകളും വാസ്തവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ വാസ്തവം പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ചേഞ്ച് വേണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അതുപ്രകാരം ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പേരിനൊരു ലീഗ് എന്ന് പറയാം. കാരണം ഇപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയും ലീഗ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഗിന്റെ ആളുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുമെന്ന്. ഇതേ എന്താന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തന്നെ അമ്മ എന്ന് പറഞ്ഞ ഈ സംഘടനയിൽപ്പെട്ട ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തന്നെ ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ കയ്യിലുണ്ട്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ അതേപോലെ തന്നെ അവർ പോസിറ്റീവായി, വളരെ പോസിറ്റീവായി റെസ്പോൺസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിജയം വളരെ അടുത്താണെന്ന് തന്നെ വിശ്വസിക്കുന്നത്. എന്തായാലും പൊന്നാനി മണ്ഡലത്തിൽ 40 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം ഉറപ്പാക്കും, ഒരു സംശയമില്ല. മണ്ഡലത്തിലെ അടിസ്ഥാന വർഗം മുതൽ എല്ലാവരും ഇത്തരം അവരുടെ മനസ്സിലുള്ളൊരു സംഭവം ഇതാ. കാരണം സാധാരണക്കാരന് അപ്രാപ്യമാണ് എം പിയുടെ ഒരു സാമീപ്യം. ഒരു എം പിയുടെ ഒരു ഫീലിംഗ് ഇല്ല ഈ മണ്ഡലത്തിൽ. എം പിയെ കണ്ടവരുവന്നെ കുറവാണ്. പഴയ എം പിമാരെ കണ്ടവരെന്ന് അറിയില്ല എം പി എങ്ങനെ പ്രവർത്തിക്കേണ്ടത്, എം പി എന്താവും അയാളെ പ്രവർത്തിക്കുന്നത്, അതൊന്നും അറിയാത്ത കുറേ ആൾക്കാരാണ്. കാരണം അവർ എം പിയെ കണ്ടിട്ടില്ല, എം പിയുമായി ബന്ധപ്പെട്ടില്ല. ഏകദേശം ഒരു പാർട്ടി പ്രവർത്തകർ മാത്രമേ എം പിയോടുള്ള ബന്ധമുള്ളൂ. അതെല്ലാം വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാസമാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കപ്പും സോസറും അടയാളത്തിൽ എനിക്ക് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറത്തെ ജനങ്ങൾ കോണിക്കെതിരായി വോട്ട് ചെയ്യാൻ മെനക്കെടുകയില്ല എന്നുള്ളതായിരുന്നു ഒരുപാട് കാലമായി നമ്മളുടെ ഒരു ധാരണ. ആ ധാരണ തിരുത്തിയെഴുതുന്ന രൂപത്തിലായിരുന്നു 2004 മഞ്ചേരിയിൽ സഖാവ് TK ഹംസ കോണിക്കെതിരായി ഐതിഹാസികമായ വിജയം നേടിയത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയം, അത്തരത്തിലുള്ള ഒരു സ്ഥാപനവും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിർത്തിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. മലപ്പുറം ജില്ലയിൽ കാലങ്ങളായി ഇതൊക്കെ തുടർന്നു വരികയാണ്. അതിനെതിരായി ജനങ്ങളുടെ ഒരു രോഷം, ചെറുപ്പക്കാരുടെ ഒരു അമർഷം രൂപപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിർത്തിയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ പരമദയനീയമായിട്ടുള്ള അവസ്ഥ. തൃത്താലക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറ്റിപ്പുറമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരുന്ന ആളുകൾ, കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, തിരുനാവായിയിലെയും തൃപ്രങ്ങോട്ടെയും ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് വേണ്ടി വരുന്ന ആളുകൾ, അവരൊക്കെ ഇറങ്ങുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. പുത്തൻപള്ളി, പൊന്നാനി തുടങ്ങിയിട്ടുള്ള മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്ന മുസ്ലിം തീർത്ഥാടകർ ഇറങ്ങുന്ന സ്റ്റേഷനും കുറ്റിപ്പുറമാണ്. ഇതിലൊന്നും ഒരു താല്പര്യവും എടുക്കാത്ത ആളുകളെ എന്തിനാണ് നമ്മൾ ലോക്സഭയിലേക്ക് പറഞ്ഞയക്കുന്നത്?
സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ലാ യുഗയ്യിർ മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിർ മാ ബി അൻഫുസിഹിം. ഒരു സമൂഹത്തെയും ഒരു ജനതയെയും ദൈവം മാറ്റുകയില്ല അവർ സ്വയം മാറാൻ സന്നദ്ധമാകുന്നതുവരെ. നമ്മളാണ് നമ്മളുടെ വിധിയെ മാറ്റിമറിക്കേണ്ടത്. നമ്മളാണ് നമ്മളുടെ നാളെ എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കേണ്ടത്. പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ കൈത്തിരി ആദ്യം കത്തിച്ചു വെക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനസ്സിലാണ്. ആ മനസ്സിൽ കത്തിച്ചു വെക്കുന്ന കൈത്തിരിയാണ് പിന്നീട് സാമൂഹ്യ മാറ്റത്തിന്റെ നിദാനമായിട്ട് മാറുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ സമാരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ വി അബ്ദുറഹിമാന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കപ്പും സോസറും അടയാളത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.